السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا ربي واجعل رجائي غير منقص لديك واجعل إصابي غير منخرمين. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും നല്ലവരായി മരിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ. അമുഖമായൊന്നും നീട്ടിപ്പറയാതെ ഒരുപാട് മുഹിബ്ബീങ്ങൾ, ഒരുപാട് സഹോദര സഹോദരിമാർ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഷയം അഞ്ച് കാര്യം നമ്മൾ ചെയ്താൽ 5 വഴികൾ അല്ലാഹു തആല തുറന്നു തരും. ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ബൽഖി താബീങ്ങളിൽപ്പെട്ട സൂഫി വര്യനായ ബഹുമാനപ്പെട്ട ശൈഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 5 കാര്യം റബ്ബിനോട് ഞാൻ തേടി, 5 കാര്യം എനിക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഉപജീവിതം, ഭക്ഷണത്തിൽ എനിക്ക് ബർക്കത്ത് വേണം. ഞാൻ അന്വേഷിച്ചു തേടിയപ്പോൾ എനിക്ക് ബർക്കത്ത് കിട്ടിയത് ലുഹാ നിസ്കാരം ദായിമാക്കിയപ്പോഴാണ് എനിക്ക് ഭക്ഷണത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും എനിക്ക് ബർക്കത്ത് കിട്ടിയത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ലുഹാ നിസ്കാരം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വഴികൂടാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ നിത്യേന കൊണ്ടുവരേണ്ട ഒന്നാണ്. ഏത്? ലുഹാനിസ്കാരം. ലുഹാനിസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് ദാരിദ്ര്യം കൊടുക്കൂല എന്നും ഹദീസിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് കിട്ടിയത് ലുഹാനിസ്കാരം നിസ്കരിക്കലോടുകൂടെയാണ്. രണ്ടാമത്, ഞാൻ അള്ളാഹുവിനോട് ഖബറിൽ ഒരു പ്രകാശം വേണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ഞാൻ തേടി, അന്വേഷിച്ചു. അത് രാത്രിയുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, തഹജ്ജുദ് നിസ്കാരത്തിലാണ് എനിക്ക് ഖബറിൽ പ്രകാശം കിട്ടിയത്. അതാണ് എനിക്ക് എത്തിച്ചത്. ഞാൻ അള്ളാഹുവിനോട് ഞാൻ അന്വേഷിച്ചു, തേടി. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? എനിക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്, എനിക്ക് എത്തിയത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഖിറാഅത്തുൽ ഖുർആൻ ഓതിയത് കൊണ്ടാണ്. ഖുർആൻ ഓതിയാൽ, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റും. പരിശുദ്ധ ഖുർആൻ ഓതാൻ. ഒമാ ഇമാമുക്ക, നിന്റെ ഇമാമി ഏതാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഇമാമ് ഖുർആനാണ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതണം. സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കും ഞാൻ എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് എത്തിയത് അത് സ്വതക്കയും നോമ്പുമാണ് എനിക്ക് എത്തിച്ചത്. ഞാൻ അർശിന്റെ തണലിൽ, അല്ലാഹു തആലാന്റെ അർശിന്റെ തണൽ എനിക്ക് കിട്ടണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ, തേടിയപ്പോൾ എനിക്ക് കിട്ടിയത് ആരുമില്ലാത്ത സ്ഥലത്ത്, ഖൽവത്തിൽ ഒറ്റക്കിരുന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചതിന്റെ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു 5 കാര്യം നമ്മളുടെ ജീവിതത്തിൽ ചെയ്താൽ നമ്മളുടെ ജീവിതം തന്നെ മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലുഹാനിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ലുഹാനിസ്കാരം സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ പേര് തന്നെ സ്വലാത്തുൽ ലുഹ,
ദുആ നിസ്കാരം നിസ്കരിച്ചവർ ആ വാതിലോടുകൂടെയാണ് സ്വർഗത്തിൽ കടക്കുന്നത്. ദുആ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഓതണം. പരിശുദ്ധ ഖുർആൻ ഓതണം. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അവൻ മരിച്ചാൽ തന്നെ അവന്റെ ശരീരം മണ്ണ് തൊടൂല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഖുർആൻ ഓതുക. ഖുർആൻ ഓത്തിനെ കുറച്ചാൽ ഒരുപാട് ഖൈറാത്തുകൾ കുറയും. അവിടെ ഒരുപാട് ഷർറുകൾ വരാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതണം. വീട്ടിൽ ഖുർആനെ കൊണ്ട് മനോഹരമാക്കണം. അള്ളാഹുവിന്റെ മലായികത്ത് മലക്കുകൾ ഇറങ്ങുന്ന വീടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടതായ സഹോദര സഹോദരിമാരെ, ഈ 5 കാര്യത്തിൽ നിന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. പിന്നെ അർശിന്റെ തണൽ, സിറാത്ത് പാലത്തിൽ എങ്ങനെയാണ് ഞാൻ വിട്ടുകിടക്കേണ്ടത്? എത്ര ആൾക്കാരാണ് സിറാത്ത് പാലത്തിനെ ഓർത്തുകൊണ്ട് കരഞ്ഞത്? സിറാത്ത് പാലത്തിൽ എങ്ങനെയാണ് വിട്ടുകിടക്കേണ്ടത്? സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് വിട്ടുകിടക്കേണ്ടത്? ഇവിടെ എങ്ങനെയാണോ സിറാത്തുൽ മുസ്തഖീമിലുള്ളത്, അവിടെ അതേ നിലക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ജലാൽ മിന്നൽ പ്രകാശം പോലെ, സൂര്യൻ പ്രകാശം പോലെ വേഗതയിൽ സ്വർഗത്തിലേക്ക് എത്തും. ആ സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കാൻ പ്രത്യേകിച്ചിട്ടും സ്വതക്ക, നോമ്പ്, സുന്നത്ത് നോമ്പ് പ്രത്യേകിച്ചിട്ടും നമ്മളുടെ ജീവിതത്തിൽ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു നൽകിയതായ ഉപദേശമാണ്. ജീവിതം നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മോമിനീങ്ങൾ, മോമിനാത്തുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റബീഉ നമ്മളിലേക്ക് ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ പരിശുദ്ധ റബീഉ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നല്ല നിലക്ക് വരവേൽക്കാൻ പുണ്യനബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാം, പുണ്യനബിയെ സ്വീകരിക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് എന്നുള്ള സ്വലാത്തും സലാമും ചൊല്ലാൻ പരിശുദ്ധ റൗളയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവർക്കും അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.